അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണോ അത് 2 സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണോ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ് ആൻഡ് വൈ യുണീക്ക് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ആൻഡ് വൈ ഡിസ്റ്റിങ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നും പറയുന്നുണ്ട്. സോ എക്സ് ആൻഡ് വൈ ഡിസ്റ്റിങ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എക്സ് ബൈ വൈ ഈസ് ഓഡ്. എക്സ് ബൈ വൈ ഈസ് ഓഡ് എന്ന് പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ, സോ പക്ഷെ അത് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 12. എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 12 എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. സോ 12 കിട്ടണമെങ്കിൽ നമുക്ക് 12 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 12 ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാ, 6 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 12 ആണ്. ഓക്കെ, നെക്സ്റ്റ് 4 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 12 ആണ്. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അതിൽ ഏതൊക്കെ നമുക്ക് എക്സ് ബൈ വൈ ഓഡ് കിട്ടുന്നുണ്ട് നോക്കണം. സോ ഫസ്റ്റ് 12 ഇൻറ്റു 1, സോ 12 ബൈ 1 ഈക്വൽ ടു 12 തന്നെയാണ്, ഓഡല്ല. നെക്സ്റ്റ് 6 ഇൻറ്റു 2 6 ബൈ 2 3 ആണ്, ഓഡാണ്. സോ ദിസ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ് 4 ബൈ 3 ഓഡല്ല. ഓക്കെ, സോ ഇതുമല്ല നമ്മളെ ആൻസർ. സോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് 6ഉം 2 ആണ്. 6ഉം 2 നമുക്ക് ഓഡ് നമ്പർ തരുന്നുണ്ട്. സോ ഇത് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം യൂസ് ചെയ്തിട്ടാണോ ചെയ്തത്? അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം യൂസ് ചെയ്തിട്ടാണോ ചെയ്തത്? അല്ല. സോ 2 സ്റ്റേറ്റ്മെന്റും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നത്. സോ ദ ഓപ്ഷൻ നമ്പർ സി, the question can be answered by using both the statements together but cannot be answered using either statement alone, is our right answer.